സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം ഫലം ഹൈക്കോടതി റദ്ദാക്കി. CBSE കേരള സിലബസ് മാർക്ക് ഏകീകരണത്തിനുള്ള ഫോർമുലയാണ് റദ്ദാക്കിയത്. CBSE സ്കൂളുകൾക്കായി സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഫോർമുല റദ്ദാക്കിയത് കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയാകും. എല്ലാവർക്കും നീതി ഉറപ്പാക്കാനാണ് ശ്രമിച്ചതെന്നും സർക്കാരിന് മറ്റ് താൽപ്പര്യങ്ങളില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. സർക്കാരിന് അതിനപ്പുറത്ത് വേറെ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, സംസ്ഥാന സിലബസിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതേസമയം CBSE വിദ്യാർത്ഥികൾ ഇതിലൊരു തുല്യനീതി ഇല്ല എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തായിരുന്നു പരാതി? ഇനി എന്ത്? ബിനിൽ, ഈ ഹർജിയുടെ ഒരു പശ്ചാത്തലം, എറണാകുളം സ്വദേശിനിയായ പെൺകുട്ടിയാണ് ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വിദ്യാർത്ഥിനി പറഞ്ഞിരുന്നത് തനിക്ക് 4000 സംതിങ് റാങ്ക് ലിസ്റ്റിലാണ് താൻ ഉൾപ്പെട്ടിട്ടുള്ളത്. തനിക്ക് ലഭിച്ച മാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ഇതേ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് 1900 റാങ്കിലെത്തിയിരുന്നു. താൻ എന്നാൽ ഇപ്പോഴുണ്ടായ പ്രോസ്പെക്ടസിലെ പുതിയ പരിഷ്കരണം മൂലം തനിക്ക് റാങ്ക് വളരെ പിന്നോട്ട് പോയി എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ ആരോപണം. അതോടൊപ്പം തന്നെ ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അത്തരത്തിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയാണ് ഈ മാർക്ക് ഏകീകരണം സംബന്ധിച്ച്, അതായത് സംസ്ഥാന സർക്കാർ പറയുന്നത് പ്രകാരം കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും CBSE സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ഒരേ രീതിയിലുള്ള വെയിറ്റേജ് മാർക്ക് ഇത് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് പ്രവേശന പരീക്ഷയുടെ മാർക്ക്, അതോടൊപ്പം തന്നെ +2-ന് ഈ ഹയർ സെക്കൻഡറിക്ക് ഈ കുട്ടികൾക്ക് ലഭിച്ച മാർക്ക്, അത് 3 വിഷയങ്ങളുടെ മാർക്കാണ് പരിഗണിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 വിഷയങ്ങളുടെ മാർക്ക് ഈ കേരള സിലബസിൽ 100 മാർക്കിലാകുമ്പോൾ CBSE സിലബസിൽ അത് 95-ലാണ് ഈ ഓരോ വിഷയങ്ങൾക്കും മാർക്ക് കിട്ടുക. അത് 300-ലേക്കാക്കി ഏകീകരിച്ച് അതിൽ ഒരു വെയിറ്റേജ് മാർക്ക് നൽകുക എന്നതായിരുന്നു സർക്കാർ ഉദ്ദേശിച്ചത്. ഈ ഇത്തരത്തിൽ ഒരു ഏകീകരണം, അതായത് CBSEയിൽ പഠിച്ച കുട്ടികളും കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്കും ഒരേ രീതിയിൽ മാർക്ക് ലഭിക്കുക, അല്ലെങ്കിൽ പ്രവേശന പരീക്ഷയിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ ആകട്ടെ അത്തരത്തിലായിരുന്നില്ല. അത് CBSE കുട്ടികളെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്തിരുന്നു. കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർ പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അതൊഴിവാക്കാനാണ് ഇത്തവണ ഒരേ രീതിയിൽ മാർക്ക് ഏകീകരണം കൊണ്ടുവന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഇതിൻ്റെ ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇത് ഈ പ്രോസ്പെക്ടസിൽ അവസാന ഘട്ടത്തിൽ മാറ്റം വരുത്തിയ ഒരു സാങ്കേതിക കാരണം കൂടി ചൂണ്ടിക്കാണിച്ചാകാം ഒരുപക്ഷെ കോടതി ഇത് റദ്ദാക്കിയിട്ടുള്ളത്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും.